എല്ലാവർക്കും നമസ്തേ. ഞാൻ മറ്റൊരു പാഴ്സൽ പൊട്ടിക്കുകയാണ്. ഇത് ഏട്ടൻ സർപ്രൈസായിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ. പൊട്ടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം. ഞാനും ഇങ്ങനെ തന്നെ ആൻസൈറ്റി ആയിരുന്നു. കണ്ടോ, ടാറ്റേൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇത്. പിന്നെ ഇത് എന്താ പറയുക, റിഫൈൻഡ് ചെയ്യാത്ത ഓയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പം ഇതും നമുക്ക് മേടിക്കാം, വെർജിൻ ഓയിലാണ്. കണ്ടോ, ഇതിപ്പം മേടിക്കുക. എന്നിട്ട് സാധാരണ ഇത് കുറച്ചായിട്ട് ഉപയോഗിക്കുക. നമ്മൾ റിഫൈൻഡ് ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കില്ലേ. പിന്നെ ഇതിൻ്റെ വിലയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് ഈ ഒരു ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇത് തന്നെ മേടിച്ച് തരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ട, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കൊണ്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് വേണം? മുട്ട വേണം. അപ്പോൾ നമുക്ക് മുട്ട എടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. 1, 2, 3. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് സാധാരണ ഓംലെറ്റ് നമ്മൾ ആക്കുന്നത് പോലെയല്ല ഞാൻ ഇന്ന് ഓംലെറ്റ് ആക്കുന്നത്. ഏട്ടൻ പൊതുവേ പറയാറുണ്ട് രാത്രിയിൽ ഓംലെറ്റ് ഇങ്ങനെ മുട്ടേനെ കൊണ്ടുള്ള, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പോലുള്ള സാധനങ്ങളെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും. രാത്രി നമ്മൾ തിന്നിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങുന്നതല്ലേ. ചില ആൾക്കാർ നേരത്തെ ഭക്ഷണം കഴിക്കും, കാരണം അവർക്ക് സമയമുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയില്ല. കടയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിക്കുമ്പോഴേക്ക് ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഈ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക തന്നെ മോശമാണ് ശരീരത്തിന്. അപ്പോൾ അല്പം സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മുട്ടയും അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ടല്ലേ, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകും. രാത്രി ഉറങ്ങാണ്ട് പറ്റില്ല. ആ കുറച്ച് സമയം ഉറങ്ങുന്നത് ആ സമയത്ത് തന്നെ ഉറങ്ങാണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ആക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളൂ. ഓനിയനാണ്, ഇത് ചെറിയ ഉള്ളിയാണ്. പിന്നെ ഷാലറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പിന്നെ പച്ചമുളകല്ല, ഞാൻ പച്ചമുളക് പഴുത്തതാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ കറി ലീഫ്, ഇഞ്ചി. ഈ പിന്നെ ഇതിൽ ഞാനൊരു സൂത്രം ഇടുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകാണെങ്കിൽ രണ്ടും കൂടി മനസ്സിലാവാണ്ട് തിന്നുമ്പോൾ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് പഴുത്തതിട്ടത്. ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മധുരമുള്ള തേങ്ങയാണ്. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം എനിക്ക് ഇവിടുന്ന് കടയിൽ പോയിട്ട് തേങ്ങ കിട്ടുമ്പോൾ അത്ര വിളയാത്ത തേങ്ങയാണ് കിട്ടുക. പന്നങ്ങ പോലത്തെ തേങ്ങ, ഈ ശരിക്കും കറക്റ്റാവാത്ത തേങ്ങ. അപ്പോൾ ഇന്ന് നല്ല ഒരു തേങ്ങ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മുരിങ്ങയിലയാണ്. മീശാണ് തന്ന മുരിങ്ങയിലയാണ് കേട്ടോ. അവർ ഇങ്ങനെ ഈ ഇടക്കിടക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുതരും. പഴുത്ത ചക്ക, അതുപോലെ തന്നെ ചക്കക്കുരു, ഇങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുതരും. പച്ചമാങ്ങ ഒക്കെ കൊണ്ടുതരും. നല്ല ഒരു എന്താ പറയുക, ഒരു ഞങ്ങളെ കടയിൽ വന്നിട്ട് ഞങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ, ഇങ്ങനെ വഴക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ മീശണ്ണ വന്നിട്ട് എന്താ കണ്ട വഴക്കൊക്കെ പറയും. അതൊരു കാരണവരെ പോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. പിന്നെ ഒരു അവരെ ഭാര്യയായാലും നല്ലൊരു സ്നേഹത്തോടെ പെരുമാറും. ഇതിപ്പോൾ പിന്നെ കുറഞ്ഞതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഒരു മുട്ട കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ സാധാരണ രീതിയിൽ ഒറ്റ തവണയാണ് ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം ഉപ്പ് ആ ഒരു ഇടലിൽ തന്നെ മതിയാകും. പിന്നെ അത്യാവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ കളിയായിരിക്കും, ഉപ്പാട്ടമായിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാണ്ട് വെക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കണം. ഗ്യാസ് അടുപ്പ് കത്തിക്കണം. കത്തിച്ചു. ഭാഗ്യം സ്പാർക്ക് കത്തിയിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നും കത്താറില്ല.
ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പാൻ കണ്ട, ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, ടാറ്റ കോക്കനട്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ ഇതിൻ്റെ അടപ്പൊക്കെ സൂപ്പറാണ്. എന്നിട്ട് നമുക്ക് ഈ സാധാരണ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലാവൂലേ, അങ്ങനൊന്നുമില്ല. ഇതിന് കറക്റ്റ് ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര മാത്രമാണ് ആവശ്യം അത്രമാത്രം ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ട് നമുക്ക് എണ്ണ ഉപയോഗിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ ഓയിൽ. അപ്പോൾ ആവശ്യമുള്ളവർ മേടിക്കുക, അല്ലാത്തവർ മേടിക്കണ്ട അല്ലേ. കണ്ട, ഇതിന് അടപ്പ് വേണ്ട. നമുക്കിനി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കണ്ട, അത്രയേ വരുന്നില്ല, ഇത്രയും ചരിച്ചു പിടിച്ചിട്ട് വരെ അത്രയേ വരുന്നില്ല. ഒരു ആവശ്യത്തിന് മാത്രം ഇങ്ങനെ പിന്നെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ നിർമ്മിതി. ഓക്കെ, പിന്നെ ഈ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. കല്ല് നന്നായിട്ട് ചൂടാവണം, അപ്പോഴാണ് നമുക്ക് ഒരു ഉണ്ടാക്കുന്നതിനൊരു പെർഫെക്ഷൻ കിട്ടും. എണ്ണ ചൂടായിട്ടുണ്ട്, കണ്ട നല്ലോണം ഇത് ഫ്രൈ ചെയ്ത് ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒന്നും അധികം പണിയൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൽ സാധാരണ രീതിയിൽ ഞാൻ കൂടുതലായിട്ട് ഇട്ടത് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ മുരിങ്ങയില ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കുക. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് ഈ കോക്കനട്ട് ഓയിലിൻ്റെ ഈ വെളിച്ചെണ്ണയുടെ മണമില്ലേ നല്ല സൂപ്പർ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ആട്ടിയെടുത്തിട്ട് കൊണ്ടുവരുന്ന എണ്ണയിൽ അതേ ഒരു സ്മെല്ലുണ്ട്. ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ കമ്പൽസറി ആണ് അല്ലേ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്, മുട്ടയിലേക്ക് ഇടാൻ വേണ്ടി. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതൊന്ന് കുറച്ച് സമയം പൊത്തി വെച്ചെടുക്കുന്നു പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇതിൻ്റെ അടി വെന്ത് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈശ്വര, ഇത് ഇങ്ങനെ പൊട്ടാന്നിട്ട് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ കടിച്ച് മുറിച്ച് ഇങ്ങനെ പൊട്ടി അല്ലേ, മിക്സിയിൽ അരച്ചതുപോലെ ആക്കിയിട്ടൊക്കെയല്ലേ ഇത് കഴിക്കുക. പൊട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊട്ടാണ്ട് കിട്ടിയാൽ ബെറ്റർ. ഓക്കെ, ഇത് ഇങ്ങനെ പൊട്ടാണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ കഴിക്കുന്നത്. അയ്യോ, മടങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സംഭവമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അങ്ങനെ എന്താ പറയുക, അധികം അങ്ങനെ മോഡിഫൈ ചെയ്യാറില്ല. നോർമലായിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മൾ തന്നെ കഴിക്കുന്ന സാധനമല്ല, അപ്പം നമ്മൾ കുറേയേറെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഇതായി വന്നിട്ടുണ്ട്. ഒന്നിങ്ങനെ ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണം. കാരണം ഇത് നല്ല തിക്കായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, എണ്ണേൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഈ കറിവേപ്പിൻ്റെ ഒക്കെ സ്മെൽ. അയ്യോ, പൊട്ടാൻ പറ്റി പാടില്ല എന്ന് വിചാരിച്ചാൽ എന്തായാലും പൊട്ടിപ്പോകും. കാരണം ഇതിനകത്ത് തേങ്ങയിൽ ഉറപ്പായിട്ടും പൊട്ടിപ്പോകും. അപ്പം എന്തായാലും നല്ല പെർഫെക്ഷനായിട്ട് മുട്ട ഓംലെറ്റ്, എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കണം അല്ലേ, ശരിക്കും വെന്ത് വരണം, അല്ലെങ്കിൽ കഴിക്കാൻ രസം ഉണ്ടാവില്ല. ഇത് നാന്നോ ഇത് എടുത്തിട്ട് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വാ, ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രജാപതി ഫസ്റ്റ് കഴിക്കണം എന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചു നോക്കുന്നുണ്ട്. സൂപ്പറുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിങ്ങനെ ടേസ്റ്റ് നോക്കി ലാസ്റ്റ് പണ്ട് ഞാൻ പരിപ്പ് കറി വെച്ചതുപോലെ ഫുൾ തീർന്നു. ഏട്ടൻ വരുമ്പോഴത്തേക്ക് ഉദഹവ ആയിപ്പോവും. കണ്ട, അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും, ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.